കേരളീയ ക്ഷേത്രങ്ങളിൽ കലശവേളകളിലും പ്രതിഷ്ഠാ സമയത്തും ഒഴിച്ചുകൂടാൻ വയ്യാത്ത വാദ്യവിശേഷമാണ് പാണി. മന്ത്രാനുഷ്ഠാനപരമായ പാണി ഏറെ ദൈവീകതയുള്ളതാണ്. ദേവതയെ ആനയിക്കാനും യാത്രയാക്കാനും വേണ്ടിയാണ് പാണികൊട്ട് അനുഷ്ഠിച്ചു പോരുന്നത്. മരം എന്ന വാദ്യമാണ് വലിയ പാണിക്ക് ഉപയോഗിക്കുന്നത്. ഇതിനാണ് ദൈവികത്വം ഏറെ. ചെണ്ട, ചേങ്ങില, തിമില, ശംഖ് എന്നിവയും മരപ്പാണിയെ വാദ്യവേളകളിൽ അനുഗമിക്കുന്നു. ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഉത്സവബലി, ശ്രീഭൂതബലി തുടങ്ങിയ ഉയർന്ന താന്ത്രിക ക്രിയകൾക്കും പാണി ഭക്തിപുരസരം ഉപയോഗിക്കപ്പെടുന്നു. ശ്രീകോവിലിന് പുറത്തുള്ള പ്രതിഷ്ഠകളെ പ്രീതിപ്പെടുത്തുന്നതിലേക്കായാണ് ഇവിടെ പാണി അനുഷ്ഠിക്കുന്നത്. പ്രധാന പ്രതിഷ്ഠയായ ദൈവം പുറത്തേക്കെഴുന്നള്ളി ഈ കർമ്മം വീക്ഷിക്കുന്നു എന്നാണ് പാണിയെക്കുറിച്ച് പൊതുവെയുള്ള വിശ്വാസം. ക്ഷേത്രത്തിലെ അനുഷ്ഠാന വാദ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വാദ്യങ്ങളിലൊന്നാണ് മരം. ഒരു പക്ഷേ ഏറ്റവും പ്രധാനം തന്നെ പറയാം. ഇടയ്ക്കും മരവും ഏതിനാ പ്രാധാന്യം കൂടുതൽ ചോദിച്ചാൽ നിശ്ചല. രണ്ട് കൈ കൊണ്ടും കൊട്ടണ ഒരു വാദ്യമാണ് മരം. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള പാണിക്ക് മാത്രമേ, ചെറിയ പാണിക്കും കൂടി ഇല്ല, വലിയ പാണിക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. വലിയ പാണി പഴിച്ചാൽ കോണിന്ന് ചൊല്ലുണ്ട്. എന്നുവെച്ചാൽ മരണമാണ് പിന്നെ ആൾക്ക് സംഭവിക്കുകയാണ്. അപ്പം അത്രയും പ്രധാനമായിട്ടുള്ള പാണിക്ക്, വലിയ പാണിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് മരം. മരം എന്നതിന് പേര്. എന്താ പേരിങ്ങനെ വരാൻ ചോദിച്ചാൽ ആരും പറയുന്നൊന്നുമില്ല ഉത്തരം. വിദഗ്ധന്മാരായിട്ടുള്ള പുതുവാളന്മാരോ മാരാന്മാരോ കൂടി പറയുന്നത് തോന്നുന്നില്ല, പറഞ്ഞിട്ടില്ല. രണ്ട് ഭാഗത്തും രണ്ട് കൈ കൊണ്ട് കൊട്ടണം. അത് ഒരു കൈ കൊണ്ട്, ഇടത്തെ കൈ കൊണ്ട് കൊട്ടിയാൽ പിന്നെ വലത്തെ കൈ കൊണ്ട് കൊട്ടണം. അങ്ങനെ മാത്ര ശ്രദ്ധിച്ചിട്ട് വേണം. ഉത്തരീയം ധരിച്ച മാരാരോ പൊതുവാളോ ആണ് പാണികൊട്ട് അനുഷ്ഠിച്ചു വരുന്നത്. മരപ്പാണി കൊട്ടുന്ന വാദ്യക്കാരനെ ഈ വേളകളിൽ പൂജാരിയായാണ് കണക്കാക്കപ്പെടുന്നത്. പാണി തന്നെ പലതരമുണ്ട്. സൃഷ്ടി പാണിയുണ്ട്, സംഹാര പാണിയുണ്ട്. ആദ്യം മുതൽക്ക് പോകണമെന്ന് പറഞ്ഞെ അങ്ങനെ അത് സൃഷ്ടി. പിന്നെ അവിടുന്ന് അവസാനത്തിന് പോരുന്നത് സംഹാരം. ഇങ്ങനെ പലതരം. അതൊക്കെ കലശത്തിന് വലിയ 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 കലശങ്ങൾക്ക് മാത്രമേ അതിൻ്റെ ആവശ്യം വരുള്ളൂ. ആ പാണിക്ക് മരമാണ് ഉപയോഗിക്കുക. ആ മരം കൈ പിടിക്കുന്ന ആളാണ് ഏറ്റവും പ്രമാണിയായിട്ടുള്ള മാരാര്. മഹാക്ഷേത്രങ്ങളിലൊന്നിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ പ്രതിഷ്ഠ ഉറയ്ക്കാതെ വരികയും പ്രതിഷ്ഠ നടത്തുന്ന നമ്പൂതിരി സഹോദരന്മാരിലൊരാൾ ശ്രീകോവിലിൻ്റെ മരത്തിൽ താളമിടുകയും ചെയ്തപ്പോൾ പ്രതിഷ്ഠ ഉറച്ചുമത്രേ. അന്നു മുതൽ പ്രതിഷ്ഠാ സമയത്തും വിശേഷ പൂജാസമയങ്ങളിലും പാണി ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു വാദ്യവും ആചാരവുമായി മാറി. പാണിയുടെ താളക്രമം മാരാർക്ക് ദൈവം തുടയിൽ താളമിട്ട് പഠിപ്പിച്ചു എന്നാണ് മറ്റൊരു കഥ. പാണി പൊതുവെ രണ്ടു തരമായാണ് കണക്കാക്കപ്പെടുന്നത്: മൂലപാണിയും വലിയ പാണിയും. ആരാധനാമൂർത്തിക്കനുസരിച്ച്
ശൈവപാണിയെന്നും വൈഷ്ണവപാണിയെന്നുമായി ഇവ വീണ്ടും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ശൈവത്തിലെ ശിവൻ, ഗണപതി, ഭദ്രകാളി എന്നിങ്ങനെ ദേവതകൾക്ക് ശൈവപാണി കൂട്ടുന്നു. വൈഷ്ണവപാണിയിലെ വിഷ്ണു, കൃഷ്ണൻ, ദുർഗ എന്നിങ്ങനെ ഉള്ള ദേവന്മാർക്ക് അല്ലെങ്കിൽ ദേവതകൾക്ക് ഈ വൈഷ്ണവപാണി അതിൻ്റെ മൂലപാണി കൂട്ടുന്നു. മോതിരവിരലിൽ ധരിച്ച പവിത്രക്കെട്ടോടും മനസ്സിൽ നിറഞ്ഞ ഭക്തിയോടും കൂടിയാണ് പാണികൊട്ട് അനുഷ്ഠിച്ചു പോരുന്നത്. പാണികൊട്ട് വാദ്യകാരന് ഒരു വിശേഷവാദ്യം മാത്രമല്ല, അത് ഉപാസന കൂടിയാണ്.